സുപ്രഭാതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഹം എന്ന കവിതയാണ് പഠിച്ചത് അല്ലേ? മോഹം എന്ന് പറഞ്ഞാൽ ആരുടെ കവിതയായിരുന്നു? ആരുടെയാ? ONV കുറുപ്പിൻ്റെ. അപ്പോൾ എന്തൊക്കെ മോഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കവി ഇപ്പോൾ കുറച്ചൊക്കെ വലിയ വയസ്സായി, മരിച്ചു പോയിട്ട് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബാല്യകാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം. അപ്പോൾ ആ ബാല്യകാലത്ത് പോയാൽ മെയിനായിട്ട് നമുക്ക് എന്താ ഓർമ്മ വരിക? സ്കൂളാണല്ലേ, നമ്മുടെ പഠനകാലം. അപ്പോൾ ആ കുട്ടിക്കാലത്ത്, ആ സ്കൂൾ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെയാണ് കവി ചെയ്തത്? സ്കൂളിൻ്റെ ആ മുറ്റത്തുള്ള ആ നെല്ലിമരം ഒന്ന് കുലുക്കാനും അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ നെല്ലിക്കകൾ എടുത്ത് കഴിച്ചിട്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തുള്ള ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ സുഖമഴും മധുരവും കയ്പും നുകരുവാൻ മോഹം അല്ലേ? അപ്പോൾ ആ മധുരം, നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം അനുഭവപ്പെടും ഇല്ലേ? അതേ ആ മധുരം ഒന്നും കൂടി എനിക്ക് ആസ്വദിക്കാനൊരു മോഹം. ഒരിക്കലും സാധിക്കില്ല. അതിനും വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? ഇല്ല, ആ കാലമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും കവിക്ക് എന്താ, ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുവാൻ ഒരു മോഹം. വീണ്ടും എനിക്ക് അതൊന്ന് ആസ്വദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതും വെറൊരു മോഹം മാത്രമാണ് അല്ലേ? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത വരികൾ നോക്കൂ. കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ, നോക്കിക്കോളൂ. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്തു വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിൻ്റെ പാട്ടു കേട്ട് എതിർപ്പാട്ടു പാടുവാൻ മോഹം, എതിർപ്പാട്ടു പാടുവാൻ മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു പുഴയുണ്ട് കവിയുടെ വീടിൻ്റെ അടുത്ത്. ആ പുഴയുടെ തീരത്ത് വെറുതെ, ഒരു ടെൻഷനും ഇല്ല, ഒരു ആലോചന, ഒന്നിനെക്കുറിച്ചും ആലോചന ഇല്ലാണ്ട്. കുട്ടിക്കാലത്ത് നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ആലോചന ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, ടെൻഷൻസ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആ ഫ്രീ ആയിട്ടിരിക്കാനുള്ളൊരു മോഹം. അതാണ് കവിക്ക് എന്താണ്? ആ പുഴയുടെ തീരത്ത് വെറുതെ ഇങ്ങനെ പുഴയെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഒരു മോഹം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കുയിലുകളും പല പക്ഷികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കുയിലിൻ്റെ പാട്ട് കേട്ട് നോക്കൂ, വെറുതെ ഇരുന്നേതോ കുയിലിൻ്റെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടുവാൻ മോഹം. കുയിൽ പാട്ട് പാടുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ? കുയിൽ പാടുമ്പോൾ കൂന്ന് കൂവുമ്പോൾ ഒപ്പം നമ്മളും കൂന്ന് കൂവും. അപ്പോൾ കുറേ ഇങ്ങനെ കൂവുമ്പോൾ കുയിലിന് ദേഷ്യം വരും. അവസാനം കുയിൽ എന്താ ചെയ്യും? പാട്ട് നിർത്തിയിട്ടാണ് പറന്നു പോകും അല്ലേ? അപ്പം നമ്മൾ കുയിലെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കുയിലിൻ്റെ പാട്ടിനെ ഒപ്പം നമ്മളും പാട്ട് പാടാറുണ്ട്. കൂവുമ്പോൾ കുയിൽ ദേഷ്യം വരാറുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ അത്? ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളൊരു കാര്യം. അവസാനം കുയിലിൻ്റെ ഉറക്കെ കുയിലിങ്ങനെ കൂവും. നമ്മുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ കുയിൽ കൂവും. അവസാനം കുയിൽ തോൽക്കും. ദേഷ്യം വന്നിട്ട് കുയിൽ പാട്ട് നിർത്തിയിട്ട് പറന്നു പോകും, എവിടേക്കോ പറന്നു പോകും. അപ്പം നമുക്ക് എന്ത് തോന്നുമോ? വേണ്ടേരുന്നില്ല, കുയിലിനെ ദേഷ്യം പിടിപ്പിക്കേണ്ടേരുന്നില്ല എന്ന് നമുക്ക് തോന്നും അല്ലേ? അതേപോലെ കവിയും ചെയ്തിട്ടുണ്ട്. ആ പുഴയുടെ തീരത്തിരുന്നിട്ട് കുയിലിൻ്റെ പാട്ടിനോട് എതിർപ്പാട്ട് പാടുവാനൊരു മോഹം. കവിയുടെ കുയിലിൻ്റെ പാട്ടിനോട് എതിരായിട്ട് വീണ്ടും പാടുക. അപ്പോൾ അവസാനം എന്താണ്ടാവുക? നോക്കൂ. അതു കേൾക്കേയുച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. പറഞ്ഞെന്താ? ആ കുയിലിൻ്റെ കുയിൽ പാടിന കൂടെ എതിർപ്പാട്ട് പാടിയിട്ട് ആ കുയിലിൻ്റെ ഒപ്പം ഇങ്ങനെ ശ്രുതിയിൽ പാട്ട് പാടാനൊരു മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. ഒടുവിൽ പക്ഷി എന്ത് ചെയ്യും? പിണങ്ങിയിട്ട് പറന്നു പോവും. അപ്പം പക്ഷിയോട് എന്ത് പറയാനാ മോഹം? അയ്യോ കുയിലേ, പറന്നു പോവരുതേ, അവിടെ ഞാൻ ഇനി പാടില്ല, അവിടെ ഇരുന്നോളൂ, പറന്നു പോവരുതേ എന്ന് പറയാനൊരു മോഹം അല്ലേ? ഇതൊക്കെ നമുക്കെന്താ, ചെറിയ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെ കവിയും ചെയ്തിട്ടുണ്ട്. ആ ബാല്യകാലത്തിലേക്ക് കവി ഒന്നും കൂടി തിരിച്ചു പോവാൻ. നഷ്ടസ്വർഗങ്ങളാണ് അതൊക്കെ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലമാണ് അതൊക്കെ അല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് കവി ഒന്നും കൂടി തിരിച്ച് പോകുവാൻ കവിക്ക് ഒരു മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം അല്ലേ? വെറുതെയാണ് ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ടുകൂടി വെറുതെ വീണ്ടും മോഹിക്കുവാൻ ഒരു മോഹം. ഇതാണ് നമ്മുടെ ഈ വരികളുടെ അർത്ഥം. ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇത്രയും ഒരു 8-9 വരിയും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എടുക്കാം.
അപ്പോൾ നോട്ട്സൊക്കെ ഒരു പേജ് ഞാൻ ഇടുന്നുണ്ട്, അത് തെറ്റുകൂടാതെ എഴുതിയെടുക്കുക, ടെസ്റ്റ് പേപ്പറും എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.